ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ കേന്ദ്രത്തിനു വേണ്ടി എന്റെ കടമകൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയോടും നിർവഹിക്കും. ഭരണഘടനയ്ക്കും നിയമത്തിനും അനുസൃതമായി ഭയമോ പ്രീതിയോ സ്നേഹമോ വിരോധമോ കൂടാതെ എല്ലാത്തരം ആളുകൾക്കും നരേന്ദ്ര ദാമോദർ ദാസ് മോദി അവകാശം നൽകും. ഇതായിരുന്നു 2014 മുതൽ ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങുന്നത്. ദൈവത്തെ സാക്ഷി നിർത്തിയെടുത്ത ഈ പ്രതിജ്ഞയ്ക്ക് 150 കോടി ജനങ്ങളും സാക്ഷിയായിരുന്നു. ഇതിൽ 3.5 കോടി ജനങ്ങൾ കേരളീയരും. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് ഉയരുമ്പോൾ ഇന്ത്യൻ ജനതകളുടെ അവകാശ സംരക്ഷകനാകേണ്ടുന്ന പ്രധാനമന്ത്രി തന്റെ പ്രതിജ്ഞയോട് എത്രത്തോളം നീതി പുലർത്തുന്നു? വയനാടിന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശവും അത് തള്ളിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ദിവസങ്ങളിലൊന്നും തന്നെ ജില്ലയ്ക്ക് റെഡ് അലർട്ട് നൽകിയിട്ടില്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട് സ്ഥാപിച്ചിട്ടുള്ള ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സംവിധാനത്തിലും ഈ ദിവസങ്ങളിലൊന്നും റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല. കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു എന്ന് അമിത്ഷാ പറയുന്ന 23-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരുന്നത്. 25-ന് ഈ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും നൽകിയിരുന്നു. ആ ദിവസം വയനാട് ജില്ലയ്ക്ക് യെല്ലോ അലർട്ടായിരുന്നു. 29-ന് ഉച്ചയ്ക്ക് നൽകിയതും യെല്ലോ അലർട്ട്. ദുരന്തം കഴിഞ്ഞ ശേഷം രാവിലെ മാത്രമാണ് വയനാടിന് റെഡ് അലർട്ട്, അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായത്. ദുരന്തമുണ്ടായ ശേഷം സൈന്യത്തെ വയനാട്ടിലേക്ക് അയച്ചുവെന്നും മന്ത്രിമാർ പുറപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് മുഖം മൂടി അണിയേണ്ടതില്ല. സൈന്യം എത്തേണ്ടതും സഹായം എത്തിക്കേണ്ടതും ഔദാര്യമല്ല, അത് കടമയാണ്. രാഷ്ട്രീയപരമായ വേർതിരിവ് കാണിക്കുന്നതാണോ ആവശ്യമായ മുന്നറിയിപ്പ് പോലും നൽകാതിരുന്നത്? ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ വീഴ്ച പറ്റിയിട്ടും രാജ്യസഭയിൽ കളവ് പറയേണ്ടിയിരുന്നില്ല. സ്വയം ന്യായീകരണവാദങ്ങൾ ഉന്നയിക്കാതെ ഇനിയെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കൂ. മുൻപ് നടന്ന ദുരിതങ്ങളിൽ നടത്തിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ പോലെ ആകരുത് ഇത്തവണയും എന്ന ഒരു അപേക്ഷയുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ വാഗ്ദാനം ചെയ്യുമ്പോഴും കേന്ദ്ര സർക്കാർ ഇപ്പോഴും മൗനവ്രതത്തിലാണ്. കേരളീയരാരും യാചിക്കുകയല്ല. നികുതിയെന്നും GST എന്നൊക്കെ ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത് പോലെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടുന്ന കടമകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കൂ. 3 ഗ്രാമങ്ങളും 400ഓളം കുടുംബങ്ങളുമാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയത്. അവർക്കൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ഒന്നും പകരമാവില്ല. രക്ഷപ്പെട്ടവരെ കേന്ദ്ര സർക്കാർ ചേർത്ത് പിടിച്ചേ മതിയാകൂ. പുനരധിവാസത്തിന് പാർപ്പിടങ്ങൾ വേണം. നഷ്ടപ്പെട്ടു പോയ കൃഷിയിടങ്ങൾ വേണം. ഗതാഗതം പുനഃസ്ഥാപിക്കണം. സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്നവർക്ക് വീണ്ടും അതിനുള്ള മാർഗങ്ങൾ വേണം. ചികിത്സാ സഹായങ്ങളും മരുന്നുകളും, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, അങ്ങനെ അനവധി അത്യാവശ്യങ്ങളുണ്ട്. ഈ സമയത്ത് രാഷ്ട്രീയം പറഞ്ഞും മറ്റുള്ളവരെ പഴിചാരിയും കേന്ദ്ര സർക്കാരിന് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പോലും ഒറ്റക്കെട്ടായി നിന്ന് വയനാടിനായി കൈകോർക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഇടഞ്ഞു നിൽക്കുന്നു. അടിയന്തരമായ നടപടികൾ ഉണ്ടായേ മതിയാകൂ. ദുരന്തം കഴിഞ്ഞിട്ട് ഒരാഴ്ച കാലമാകുന്നു. ഇനിയും കേന്ദ്രത്തിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റിൽ കോടികൾ വകമാറ്റി വെക്കാറുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2024-25 വർഷത്തേക്ക് അവതരിപ്പിച്ച ബജറ്റിൽ 48,20,512 കോടി രൂപ ചെലവഴിക്കുമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നും ഈ അടുത്ത് ഉയർത്തെഴുന്നേറ്റ ഒരു കേന്ദ്ര സഹമന്ത്രി പറയുകയുണ്ടായി, കേരളമേ കേന്ദ്രത്തോട് ചോദിക്കൂ എന്ന്. അതിഥികളെ പോറ്റാൻ പഠിപ്പിച്ച ഭാരതമാതാവിന്റെ മക്കളെ ഭിക്ഷയ്ക്കിരുത്തുകയാണോ കേന്ദ്ര സർക്കാർ?